ശ്രദ്ധിക്കുക, നമ്മുടെ അതിർത്തികളെ ലംഘിച്ച് ഒരു അജ്ഞാത വിമാനം കടന്നു വരുന്നു. ഒരുപക്ഷെ വല്ല വിജന സ്ഥലത്തും ഇത് ഇറങ്ങിയേക്കാനിടയുണ്ട്. ശ്രദ്ധിക്കുക. JKS calling Silverhead. Yes, Silverhead speaking. Landed safely at 115, proceeding to all rackets around. Kerala trip will be intimated in time. Over. Yes, Mr. Jackson, you are always welcome to our place. Thank you, Mr. Jackson. Just 31. നമ്മുടെ നേതാവ് ജാക്സൺ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. മറ്റു പലയിടവും സന്ദർശിച്ച ശേഷം അദ്ദേഹം ഇവിടെയും എത്തുന്നതാണ്. അതിനു മുൻപ് അദ്ദേഹത്തിന് ഏൽപ്പിക്കേണ്ട രേഖകൾ ശേഖരിച്ചു വെക്കണം. നമ്മുടെ പൈലറ്റ് നാളെ ഡൽഹിയിൽ നിന്ന് ചില രേഖകൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ എയർപോർട്ടിൽ പോയി അതിവിടെ എത്തിക്കാൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്യണം. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വിമാനം കണ്ടെത്തിയത്. മൃതശരീരം അതിനടുത്തും. ലോകമൊട്ടുക്ക് ചാരവൃത്തിയും കള്ളക്കടത്തും നടത്തുന്ന ജാക്സൺ എന്ന വിദേശിയുടേതാണ് ആ വിമാനം. സിൽവർ ഹെഡ് എന്നു പേരുള്ള ഒരാളാണ് അയാളുടെ ഈ നാട്ടിലെ ഏജന്റ്. അവർക്ക് ഇവിടെ ഒരു ഗൂഢസംഘവുമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ജയചന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്. മാതൃഭൂമിയുടെ അസ്ഥിവാരത്തിന് തുരങ്കം വയ്ക്കുന്ന ചില ഗൂഢശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുമായി ഇവർ സമ്പർക്കം പുലർത്തുന്നതായി പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. പല വേഷത്തിലും പല രൂപത്തിലും പല ആദർശങ്ങളുമായിട്ടാണ് ഇവർ ഇവിടെ പ്രവർത്തനം നടത്തി വരുന്നത്. ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ ഉടനെ കണ്ടുപിടിച്ച് അതിനെ വേരോടെ അവർ നശിപ്പിച്ചില്ലെങ്കിൽ അത് പടർന്നു പിടിച്ച് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നാണ് എന്റെ അഭിപ്രായം. My dear young officers, it is your duty to protect this country from such evil. I wish you all the best. Thank you, sir. Good morning, sir. Good morning. How are you? Fine. Please, ഒന്ന് നിൽക്കണേ. ഈ ബാഗ് ഒന്ന് നോക്കട്ടെ. സ്ത്രീകളെ ബാഗ് പരിശോധിക്കലാണ് സാറിന്റെ ജോലി. സംശയം തോന്നുന്ന എല്ലാവരുടെയും. പ്ലീസ് ഓപ്പൺ ദ ബാഗ്. ഇതിലെന്റെ ലിപ്സ്റ്റിക്കും പൗഡറും ഒക്കെയാണ്. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുക്കും. എന്താ ഇത്? നോക്കണം സാറേ, ഇദ്ദേഹം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുക. ഇല്ല ഏട്ടാ, എനിക്കൊരു സംശയം, അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തതാണ്. മിസ് ഗീത എനിക്ക് നല്ലപോലെ അറിയാം. ഞാനും പല പ്രാവശ്യം ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്റെ ബോയ് ഫ്രണ്ട് ഒരു പൈലറ്റ് ആണ്. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ കൂടെ കൂടെ ഇവിടെ വരുന്നത്. അയാൾ എന്റെ സ്നേഹിതനാണ്. ശരി, ഗീത പൊയ്ക്കുള്ളൂ. താങ്ക് യു സാർ. പാവം പേടിച്ചു പോയി. വരൂ അനിയ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി സ്വല്പം കാപ്പി കുടിക്കാം.
പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ ഈ ജോലി തുടർന്നാൽ ആപത്താണ്. അതിന് ഈ ജോലിയിൽ നിന്ന് വിരമിക്കാൻ എന്നെ അനുവദിക്കണം. അത് ഞങ്ങൾക്ക് ആപത്താണ്. ഒരിക്കലും ഞാൻ വഞ്ചിക്കുകയില്ല. ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കൊള്ളാം. ആലോചിക്കാം. ക്ഷമിക്കണം. ഇനിയൊരു പ്രാവശ്യം ഈ ജോലിയിൽ എന്നെ കണ്ടാൽ ഓഫീസർ എന്നെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് മദ്രാസിലൊരു ബന്ധുണ്ട്. കല്യാണം കഴിഞ്ഞ് അവിടെ പോയി താമസിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പോയേ തീരുവെന്ന് നിർബന്ധമാണോ? യെസ് സാർ. യെസ് 19. ഗീതയ്ക്ക് യാത്രയ്ക്ക് വേണ്ടതെല്ലാം ഉടൻ ഒരുക്കി അയക്കൂ. താങ്ക് യു ബോസ്.
ആർ.കെ. രാജ, ബ്രഹ്മാനന്ദ യോഗി. ചന്ദ്ര, അമ്മേ, ഞാനിപ്പോ എവിടെയാണ്? ഇത് നമ്മുടെ വീടാണ് അനിയ. ബോധമില്ലാതെ റെയിൽ പാലത്ത് കിടന്ന നിന്നെ ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദൈവമാ മോനെ ആ സമയത്ത് നീ അവിടെ എത്തിച്ചത്. ഇനി ഭയപ്പെടാനൊന്നുമില്ല. ഇത് വിഷമായി സൂക്ഷിച്ചുകൊണ്ട് വന്ന മയക്കം മാത്രമാണ്. ഓഹോ, ഇപ്പോഴെല്ലാം ഓർമ്മ വരുന്നു. ഒരു ഡയറി ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഡയറിയോ? ഞാൻ കണ്ടില്ല. നിന്റെ ജീവൻ രക്ഷിച്ചതേ വലിയ ഭാഗ്യം. അതിനൊരു ഡയറി ആരാ നോക്കുന്നത്? അതാണ് ഓഫീസറുടെ കടമ. മിസ്റ്റർ ചന്ദ്രൻ, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ 2 ദിവസം റെസ്റ്റ് കൂടി എടുക്കണം. ഇതിനൊക്കെ റെസ്റ്റ് എന്തിനാ ഡോക്ടർ? ഹി ഈസ് ഓൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. എന്നാൽ ഞങ്ങൾ രാവിലെ വരാം. ശരി. ചന്ദ്ര, നീ രാവിലെ തന്നെ ആ സ്ഥലത്ത് പോയി അന്വേഷണം നടത്തണം. ഇല്ലെങ്കിൽ തെളിവുകൾ കിട്ടാതെ പോകും. ചേട്ടൻ ആ ഡയറി കണ്ടില്ലല്ലോ. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെവിടെയെങ്കിലും പോയി കാണും. അമ്മേ, ഇനിയെങ്കിലും അനിയനൊന്ന് ഉപദേശിക്കണം. ഇങ്ങനെയുള്ള ആപത്തുകളിലൊന്നും ചെന്ന് ചാടരുതെന്ന്. എന്റെ മക്കൾ ആരും ഭീരുക്കളാകരുത്. അപകടം കണ്ടൊഴിയുന്നതിനേക്കാൾ അതിനെ നേരിട്ട് എതിർക്കുന്നവരെയാണ് എനിക്കിഷ്ടം. വീരചക്രം വാങ്ങിയ മേജർ നായരുടെ മക്കളാണ് നിങ്ങൾ. മക്കളെ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 4 വർഷം തികയുന്നു. നൂറ്റിക്കണക്കിന് ശത്രുക്കളോട് ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതി ലഡാക്കിൽ വെച്ച് വീരസ്വർഗം പ്രാപിച്ച നിങ്ങളുടെ അച്ഛന്റെ രാജ്യസ്നേഹവും ആത്മധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അമ്മേ, ആ വീരപുരുഷന്റെ മക്കളാണ് ഞങ്ങളെന്ന ഓർമ്മയോടെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ഞങ്ങൾ പിന്തുടരും. അദ്ദേഹത്തിന്റെ ധൈര്യത്തിനും ത്യാഗത്തിനും പ്രസിഡന്റ് സമ്മാനിച്ചതാണ് ഈ തോക്ക്. മക്കളെ, ഇതെല്ലാം നിങ്ങളെ ആണ്ടുതോറും ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ സൽപ്പേരിനെ നിങ്ങൾ നിലനിർത്തണം എന്നുള്ള ഒരേ ഒരു ആശ കൊണ്ട് മാത്രമാണ്. പോയി. അമ്മേ, അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിപ്പായിയായി ചേർന്നവനാണ് ഞാൻ. മേജർ സാറിന്റെ മക്കൾ അദ്ദേഹത്തെക്കാളും വലിയ വലിയ ഓഫീസർമാരായി തീരുമെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. അത് ഇന്ന് സത്യമായി തന്നെ തീർന്നു പാച്ചമ്പള്ളേ. സാറേ, ഇന്ന് ആരെ പിടിക്കാനാണ് സാറിന്റെ ലക്ഷ്യം? എനിക്ക് ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പെറ്റമ്മയ്ക്ക് തുല്യമാണ് നമ്മുടെ ജന്മഭൂമി.
അതിന് ദ്രോഹം ചെയ്യുന്നവർ ആരായിരുന്നാലും ശരി അവരെ കണ്ടുപിടിക്കുക, തകർക്കുക. എന്തിനാണ് നീ അന്ന് എനിക്ക് ആപത്ത് നിറഞ്ഞ ജോലി? ചേട്ടാ, അച്ഛൻ നമ്മ വളർത്തിക്കൊണ്ടുവന്നത് തന്നെ 2 പടയാളികളായിട്ടാണ്. ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനുള്ളതാണ്. അത് പാടെ മറന്ന് രക്തസാക്ഷിയാവാൻ ശ്രമിക്കുന്നത് മഠേതരമാണ്. ചേട്ടാ, ഒരുവന്റെ മരണശേഷം അവൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും അടയാളം വേണം. അല്ലെങ്കിൽ ഈ കല്ലിനും മരങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ എന്താ വ്യത്യാസം? അത് വേദാന്തം, നമുക്ക് പറ്റിയതല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടന് ഈ നാട്ടിൽ തന്നെ ജോലി നോക്കിക്കൂടെ? സത്യം പറഞ്ഞാൽ അനിയ, എനിക്ക് ഈ നാടേ വെറുപ്പാണ്. രാവിലെ കാപ്പിയുടെ റോമിൽ, ഉച്ചയ്ക്ക് ഊണ് പാരീസ്, രാത്രി അത്താഴം ന്യൂയോർക്ക്. അതാണ് അനിയ ജീവിതം. ഓഹോ, അതിനുവേണ്ടിയാണോ ഈ വിദേശ വിമാന വകുപ്പിൽ തന്നെ ജോലി നോക്കുന്നത്? മക്കളെ, വാ കാപ്പി കുടിക്ക്. എന്താ ഇനി രണ്ടുപേരും തുളിച്ചു നോക്കുന്നത്? നിനക്ക് പോകാൻ സമയമായില്ലേ? നിനക്ക് 8 മണിക്ക് എയർപോർട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? ചേട്ടനല്ലേ പോകണ്ട? നിനക്കല്ലേ പോകണ്ട. എടോ പാച്ചമ്പിള്ളേ, ഈ സിഗരറ്റ് വലിക്കുന്നത് പോലും ഞാൻ അറിയാൻ അവർ ഭയപ്പെടുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മച്ചി? മേജർ സാറിന്റെ മിലിറ്ററി ഡിസിപ്ലിനിലല്ലേ അമ്മ അവരെ വളർത്തിയത്? എന്റെ അഭിപ്രായത്തിൽ മരിച്ചവൻ ആ ചാരസംഘത്തിൽപ്പെട്ട ആളാണ്. എയർപോർട്ടിൽ വെച്ച് ഞാൻ താക്കീത് ചെയ്ത സ്ത്രീയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ അവളും ആ പാർട്ടിയിൽപ്പെട്ടവൾ തന്നെ? ആ ഡയറിയിൽ 2 പേര് കണ്ടു, രാജ, സ്വാമിജി. ഇവരെ പറ്റിയാണ് ഇനി നമുക്ക് അന്വേഷിക്കുന്നത്. മിസ്റ്റർ ചന്ദ്രൻ, അവർ 2 പേരും ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട വ്യക്തികളാണ്. സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ. അറിയാം, തക്കതായ തെളിവുകളില്ലാതെ പോയാൽ എന്റെ ഉദ്യോഗം തന്നെ അപകടത്തിലാകുമെന്ന് എനിക്കറിയാം. ആ മരിച്ചവന്റെ ശവം എവിടെ? ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ ഞാൻ കാവലിന് ആളെയും വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മരിച്ചവനെ അന്വേഷിച്ച് ആരെങ്കിലും വന്ന്. ഗുഡ് ഐഡിയ, ഗോ ഹെഡ് വിത്ത് യുവർ പ്ലാൻ. ഈ സിൽവർ ഹെഡിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. താങ്ക് യു സർ. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകരിക്കുന്ന ചില സാധനങ്ങളാണ്. ഇതിൽ വെടിയുണ്ടകൾ നിറച്ചിട്ടുണ്ട്. ലുക്ക്, ഇതും അതുപോലെയുള്ള ഒരു സാധനമാണ്. ലുക്ക്, ഇതൊക്കെ ചില എമർജൻസിയിൽ നിങ്ങൾക്ക് ഉപകരിക്കും. എന്നെ ഏൽപ്പിക്കുന്ന ജോലി അത് അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഞാൻ ചെയ്യുമെന്ന് അങ്ങ് ഉറപ്പു നൽകുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.